ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ CSATലെ കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക് ആണ് നോക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിരുന്നു 2026ലേക്കുള്ള CSCയുടെ എല്ലാ ക്ലാസ്സസും ഉണ്ടാവുമെന്ന്. സോ നമ്മളിത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്ന CSATലെ ടോപ്പിക് ആണ്, റീസണിംഗ് ടോപ്പിക് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾ കോഡിംഗ് ഡീകോഡിംഗ് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, അതായത് നമുക്ക് 26 ആൽഫബറ്റ്സ് ഉണ്ട്. അതിന്റെ പൊസിഷൻ ഇപ്പം A ഒന്നാമതാണ് വരുന്നത്, B രണ്ടാമതാണ് വരുന്നത്, അതുപോലെ Z എത്രാമത് 26ാമതാണ് വരുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ഫോർവേഡ് ഓർഡറിൽ എന്ത് പഠിച്ചു വെക്കണം? ആൽഫബറ്റ്സിന്റെ പൊസിഷൻ പഠിച്ചു വെക്കണം. ഒന്ന് നോക്കാം. A ഒന്നാമത്, B 2, C 3, D 4, E 5, F 6, G 7, H 8, I 9, J 10, K 11, L 12, M 13, N 14, O 15, P 16, Q 17, R 18, S 19, T 20, U 21, V 22, W 23, X 24, Y 25, Z 26. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷെ എന്ത് ചെയ്യുക, കാണാണ്ട് ഈ ഒരു ഫോർവേഡ് ഓർഡറിൽ നമ്മുടെ ആൽഫബറ്റ്സിന്റെ പൊസിഷൻ പഠിച്ചു വെക്കുക. അതാണ് ഈ കോഡിംഗ് ഡീകോഡിംഗ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്തു വെക്കേണ്ട കാര്യം. ഇനി രണ്ടാമത്തെയാണ്, ഇനി ബാക്ക്വേർഡ് ഓർഡറിലും എന്ത് വെക്കുക? ഈ ആൽഫബറ്റ്സിന്റെ പൊസിഷൻ പഠിച്ചു വെക്കുക. ഇപ്പം ബാക്ക്വേർഡ് ഓർഡറിൽ വരുമ്പോൾ എന്താവും? Z ഒന്നാമത് വരും, A 26ാമത് വരും. Z നിന്ന് സ്റ്റാർട്ട് ചെയ്ത് Aയിൽ അവസാനിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ A 26, B 25 അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് Z ഒന്നിൽ അവസാനിക്കും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുക? ബാക്ക്വേർഡ് ഓർഡറിലും ഫോർവേഡ് ഓർഡറിലും നമ്മുടെ ആൽഫബറ്റ്സിന്റെ പൊസിഷൻ ആദ്യം പഠിച്ചു വെക്കുക. അതിനുശേഷം പഠിക്കേണ്ട ഒന്നാണ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പല ക്വസ്റ്റ്യൻസും കോഡിംഗ് ഡീകോഡിംഗിൽ എന്താണ് ഈ ഓപ്പോസിറ്റ് ലെറ്റേഴ്സിൽ നിന്ന് വരുന്നുണ്ട്. സോ ഇതെന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് പഠിച്ചു വെക്കുക. ഇതിനൊരു ട്രിക്ക് ഉണ്ട്, ഞാനത് പറഞ്ഞുതരാം. ഇപ്പം എയുടെ ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്? ഇസലാണ്. ബിയുടെ ഓപ്പോസിറ്റ് Y ആണ് വരുന്നത്. അതുപോലെ സിയുടെ ഓപ്പോസിറ്റ് X ആണ്, എമ്മിന്റെ ഓപ്പോസിറ്റ് N ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇത് പഠിച്ചു വെക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാം. ഒരു കോഡ് വെച്ചിട്ട് പഠിക്കാം. അതായത് എയുടെ ഓപ്പോസിറ്റ് ഇസഡ് ആണ് വരുന്നത് എന്നുള്ളതിന് A to Z എന്ന് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പൊ എന്താണ്? ഓർത്തു വെക്കുക, എയുടെ ഓപ്പോസിറ്റ് ഇസഡ് ആണ് വരുന്നത്. എയുടെ ഓപ്പോസിറ്റ് ഇസഡ് ആണ് വരുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള കോഡ് എന്താണ്? A to Z. ഇനിയിപ്പോ ബിയുടെ ഓപ്പോസിറ്റ് Y ആണ് വരുന്നത്. അത് ഓർത്തു വെക്കാനായിട്ട് എന്ത് ചെയ്യുക? BOY, ബോയ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോഡ് പഠിച്ചു വെക്കുക. അപ്പൊ മനസ്സിലാവും ബിയുടെ ഓപ്പോസിറ്റ് Y ആണ് വരുന്നത്, എയുടെ ഓപ്പോസിറ്റ് Z ആണ് വരുന്നത്, ബിയുടെ ഓപ്പോസിറ്റ് Y ആണ് വരുന്നത്. ഇനി സിയുടെ ഓപ്പോസിറ്റ് X ആണ് വരുന്നതെന്ന് പഠിക്കാനായിട്ട് എന്ത് പഠിച്ചു വെക്കുക? ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് പഠിച്ചു വെക്കുക. അപ്പൊ എന്ത് മനസ്സിലാവും? സിയുടെ ഓപ്പോസിറ്റ് X ആണ് വരുന്നത്. അതുപോലെ ഡിയുടെ ഓപ്പോസിറ്റ് W ആണ് വരുന്നത് എന്നതിന് വേണ്ടിയിട്ട് ഡ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് പഠിച്ചു വെക്കാം. ഇപ്പൊ A to Z എയിൽ തുടങ്ങി ഇസഡിൽ അവസാനിക്കുന്നു, ബോയില് ബിയിൽ തുടങ്ങി വൈയിൽ അവസാനിക്കുന്നു, ഫ്ലെക്സില് സിയിൽ തുടങ്ങി എക്സിൽ അവസാനിക്കുന്നു, ഡ്യൂവില് ഡിയിൽ തുടങ്ങി ഡബ്ല്യൂവില് അവസാനിക്കുന്നു. അപ്പം ഇത് എളുപ്പമല്ലേ? A to Z, ബിയുടെ എന്താണ്? ബോയ്, സിയുടെ ഓപ്പോസിറ്റ് വരുന്ന X ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ക്രെക്സ്, ഡിയുടെ ഓപ്പോസിറ്റ് W ആണെന്ന് മനസ്സിലാക്കാൻ ഡ്യൂ, അതുപോലെ ഇയുടെ ഓപ്പോസിറ്റ് V ആണെന്ന് മനസ്സിലാക്കാൻ എന്ത് വിളിക്കുക? ഒരു വാക്ക് പഠിച്ചാൽ മതി. ഒരു വാക്ക് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. എന്താണ്? ഇലക്ട്രോണിക് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. EV, ഇയുടെ ഓപ്പോസിറ്റ് V ആണ് വരുന്നത്. അത് ഓർത്ത് വെക്കാനായിട്ട് എന്ത് പഠിക്കുക? ഇലക്ട്രോണിക് വെഹിക്കിൾ എന്ന വാക്ക് ഓർത്ത് വെക്കുക. പിന്നെ എഫിന്റെ ഓപ്പോസിറ്റ് U ആണ് വരുന്നത്. അത് മനസ്സിലാക്കാനായിട്ടും ഫ്ലൂ എന്ന് പറഞ്ഞിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, എഫിന്റെ ഓപ്പോസിറ്റ് എന്താണ് വരുന്നത്? U ആണ് വരുന്നത്. അത് പഠിക്കാനായിട്ട് ഫ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ഓർത്ത് വെക്കുക. ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതിയാവും. ഇല്ല എന്റെ കയ്യിൽ നിന്ന് നോട്ട്സ് വാങ്ങുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഇതൊക്കെ അയച്ചു തരാം. ഓക്കെ, പിന്നെന്താണ്? GT, ജിയുടെ ഓപ്പോസിറ്റ് T ആണ് വരുന്നത് മനസ്സിലാക്കാനായിട്ട് GT റോഡ് എന്ന് ഓർത്ത് വെക്കുക. ജിയുടെ ഓപ്പോസിറ്റ് T ആണ് വരുന്നത്, T ആണ് വരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് എന്ത് ഓർത്ത് വെക്കുക? GT റോഡ് എന്ന് പറഞ്ഞിട്ട് ഓർത്ത് വെക്കുക. എച്ചിന്റെ ഓപ്പോസിറ്റ് S ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ഹണി സിംഗ് എന്ന് പറഞ്ഞ വാക്ക് പഠിച്ചു വെക്കുക. ആ ഒരു പേര് ഓർത്ത് വെച്ചാൽ മതിയാവും. എച്ചിന്റെ ഓപ്പോസിറ്റ് S ആണ് വരുന്നത്, അതിന് വേണ്ടിയിട്ട് എന്ത് ഓർത്ത് വെക്കുക? ഹണി സിംഗ് എന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഐന്റെ ഓപ്പോസിറ്റ് ആരാണ് വരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ്, CSCയിൽ തന്നെ ഒരു സബ്ജക്റ്റ് ആണ് എന്ത്? ഇന്റർനാഷണൽ റിലേഷൻസ്. ആ ഒരു സബ്ജക്റ്റിന്റെ പേരൊന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും. ഐയുടെ ഓപ്പോസിറ്റ് ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് ഓർത്ത് വെക്കുക. ജെയുടെ ഓപ്പോസിറ്റ് Q ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ജാക്ക് ആൻഡ് ക്യൂൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു നെയിം ഓർത്ത് വെക്കുക. ജെയുടെ ഓപ്പോസിറ്റ് Q ആണ് വരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ജാക്ക് ആൻഡ് ക്യൂൺ എന്ന്
ഓർത്ത് വെക്കുക. ഇനി കെയുടെ ഓപ്പോസിറ്റ് പി ആണ് വരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് എന്ത് പഠിച്ചു വെക്കുക? കേരള പോലീസ്. കേരള പോലീസ് എന്ന് ഓർത്ത് വെച്ചാല് മതിയാവും. കെയുടെ ഓപ്പോസിറ്റ് പി ആണെന്ന് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുക? കേരള പോലീസ് എന്ന് ഓർത്ത് വെക്കുക. ഇനി എല്ലിന്റെ ഓപ്പോസിറ്റ് ഓ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ലവ് എന്ന് പറഞ്ഞ വേർഡ് തന്നെ ഓർത്ത് വെച്ചാൽ മതിയാവും. അതൊരിക്കലും മറന്നു പോകത്തില്ലല്ലോ. ഓക്കെ, അപ്പൊ എല്ലിന്റെ ഓപ്പോസിറ്റ് ഓ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ലവ് എന്ന് പറഞ്ഞ വേർഡ് ഓർത്ത് വെക്കുക. ആദ്യത്തെ രണ്ടക്ഷരങ്ങൾ. ഓക്കെ, ഇനി എമ്മിന്റെ ഓപ്പോസിറ്റ് എൻ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് മാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വേർഡ് ഓർത്ത് വെക്കുക. ഇപ്പൊ സിമ്പിൾ ആണ്. ഇങ്ങനെ എന്താണ് ഒരു കോഡ് വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ആദ്യം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. എന്ത് ചെയ്താൽ മതി? ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും ഒരു പേരൊക്കെ എടുത്ത് മാറ്റിയിട്ടോ ഒക്കെ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു കോഡ് വെച്ച് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് പഠിച്ചു വെക്കുക. അപ്പൊ ഇത് മറന്നു പോകില്ല. എയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഇസഡ് ആണ്. അതിന് എ ടു ഇസഡ്. ബിയുടെ ഓപ്പോസിറ്റ് വരുന്നത് വൈ ആണ്. അതിന് വേണ്ടിയിട്ട് ബോയ് എന്ന് പറഞ്ഞ വാക്ക് പഠിച്ചു വെക്കുക. ഇനി സിയുടെ ഓപ്പോസിറ്റ് വരുന്നത് എക്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ക്രെക്സ് എന്ന് ഓർത്ത് വെക്കുക. ഇനി ഡിയുടെ ഓപ്പോസിറ്റ് ഡബ്ല്യു ആണ് വരുന്നത്. അതിന് ഡ്യൂ എന്ന് ഓർത്ത് വെക്കുക. ഇനി ഇയുടെ ഓപ്പോസിറ്റ് വി ആണ് വരുന്നത്. അതിന് ഇലക്ട്രോണിക് വെഹിക്കിൾ എന്ന് ഓർത്ത് വെക്കുക. ഇനി എഫിന്റെ ഓപ്പോസിറ്റ് യു ആണ് വരുന്നത്. അതിന് ഫ്ലൂ എന്ന് ഓർത്ത് വെക്കുക. ഇനി ജിയുടെ ഓപ്പോസിറ്റ് വരുന്നത് ടി ആണ്. അതിന് ജി ടി റോഡ്. ഇനി എച്ചിന്റെ ഓപ്പോസിറ്റ് വരുന്നത് എസ് ആണ്. അതിന് ഹണി സിംഗ്. ഐയുടെ ഓപ്പോസിറ്റ് വരുന്നത് ആറാണ്. അതിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. സോ അതിന്റെ നെയിം തന്നെ ഓർത്ത് വെക്കുക. ഇനി ജെയുടെ ഓപ്പോസിറ്റ് വരുന്നത് ക്യൂ ആണ്. അതിന് വേണ്ടിയിട്ട് ജാക്ക് ആൻഡ് ക്യൂൻ എന്ന് ഓർത്ത് വെക്കുക. ഇനി കെയുടെ ഓപ്പോസിറ്റ് വരുന്നത് പി ആണ്. കേരള പോലീസ്. എല്ലിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഓ ആണ്. ലവ് എന്ന് പറഞ്ഞ വാക്ക് ഓർത്ത് വെക്കുക. അതിൽ ഫസ്റ്റ് രണ്ട് ലെറ്റേഴ്സ്. ഇനി എമ്മിന്റെ ഓപ്പോസിറ്റ് വരുന്നത് എൻ ആണ്. അതിന് മാൻ എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇത് പഠിക്കുക. ഇനിയിപ്പോ ഇതിങ്ങനെ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേറൊരു മാർഗം കൂടിയുണ്ട്. അതായത് നമുക്ക് എത്ര ആൽഫബറ്റ്സ് ആണുള്ളത്? ടോട്ടൽ 26 ആൽഫബറ്റ്സ് ആണ് ഉള്ളത്. അതിനെ കൂട്ടത്തില് +1 ചെയ്യുക. അതായത് 27. 27 നിന്ന് കറസ്പോണ്ടിങ് പൊസിഷൻ ഓഫ് ദ ലെറ്റർ കുറച്ചാൽ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഓപ്പോസിറ്റ് പൊസിഷൻ കിട്ടും. ആ ഒരു ലെറ്ററിന്റെ ഓപ്പോസിറ്റ് പൊസിഷൻ നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഡിയുടെ പൊസിഷൻ എത്രയാണ്? 4 ആണ്. ഈ 27 മൈനസ് 4 എത്രയാണ്? 23. 23 എന്ന് പറയുന്നത് എന്താണ്? ഡബ്ല്യു ആണ് 23ാമത് വരുന്ന ലെറ്റർ ആണ്. ഓക്കെ, ആൽഫബറ്റ് എന്ന് പറയുന്നത്. സോ എന്താണ്? ഡിയുടെ ഓപ്പോസിറ്റ് വരുന്നത് ഡബ്ല്യു ആണ്. നമ്മൾ പഠിച്ചു ഡിയുടെ ഓപ്പോസിറ്റ് ഡബ്ല്യു ആണ്. ഡ്യൂ എന്നാണ് ആ വാക്ക്. നമ്മൾ കോഡ് ഓർത്ത് വെച്ചത് എന്താണ്? DEW ഡ്യൂ. ഓക്കെ, അതുപോലെ ഇപ്പൊ 23ാമത്തെ ലെറ്റർ ഏതാണ്? ഡബ്ല്യു ആണ് വരുന്നത്. ഓക്കെ, ആൽഫബറ്റ് ഏതാണ്? ഡബ്ല്യു ആണ് വരുന്നത്. സോ ഡിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഡബ്ല്യു ആണ്. സിമ്പിൾ ആണ്. അപ്പം ഓക്കെ, നമ്മൾ അല്ലെങ്കിൽ എയുടെ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? 27 മൈനസ് ഓപ്പോസിറ്റ് പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് 27 മൈനസ് എ എത്രാമതാണ്? 1ാമതാണ്. 1 കുറയ്ക്കുക. അപ്പൊ എന്ത് കിട്ടും? 26 കിട്ടും. 26ാമത്തെ ലെറ്റർ ഏതാണ്? അത് ഇസഡ് ആണ്. സോ അങ്ങനെ എന്ത് ചെയ്താൽ മതി? ഈ 27ൽ നിന്ന് കറസ്പോണ്ടിങ് പൊസിഷൻ ഓഫ് ദ ലെറ്റർ കുറച്ചാലും എന്ത് കിട്ടും? നമുക്ക് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് കിട്ടും. ഇനിയിപ്പം അതിലും എളുപ്പം എന്താണ്? ഇങ്ങനെ ഒരു കോഡ് ഓർത്ത് വെച്ചിട്ട് പഠിക്കുന്നതാണ്. ഏത് രീതിയാണോ എളുപ്പം അത് നോക്കുക, അതുപോലെ പഠിച്ചു വെക്കുക. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? നല്ല രീതിക്ക് പഠിച്ചു വെക്കുക, മറന്നു പോകാതെ ഓർത്ത് വെക്കുക. അത്രേ ഉള്ളൂ. ഇനിയാണ് പല രീതിയിലുള്ള കോഡിംഗ് നോക്കാം. ഇതിപ്പോ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യുക? നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ChatGPT പോലും ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. എന്ത് കിട്ടും? കുറേ അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കിട്ടും. നോട്ട്സിലാണെങ്കിലും ഞാനത് കൊടുത്തിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക? അങ്ങനെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ഗുഡ് ഈസ് കോഡഡ് as HPPE, then how will you code bold? അതായത് GOOD, ഗുഡ് എന്ന് പറയുന്ന വാക്ക് ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിൽ HPPE ഇങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബോൾഡ് എന്ന് പറയുന്ന വാക്കിന് എന്തായിരിക്കും കോഡ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം നമ്മൾ ഗുഡ് എന്ന് പറയുന്ന വാക്ക് എഴുതുക. അതിന് താഴെയായിട്ട് തന്നെ എന്ത് ചെയ്യുക? ഈ കോഡിംഗ് ലാംഗ്വേജിൽ അതിനെ സൂചിപ്പിച്ചിരിക്കുന്ന ആ വാക്കും കൂടെ എഴുതുക. സോ അതായത് HPPE എന്നും കൂടെ എഴുതുക. ഇനി ഈ ജിയും എച്ചും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. ജി കഴിഞ്ഞാണല്ലേ എച്ച് വരുന്നത്. അതായത് ജി കഴിഞ്ഞിട്ട് G+1 ആണ് എന്ത്? എച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ്? ജി കഴിഞ്ഞ് വരുന്ന അക്ഷരമാണ് എച്ച്. അപ്പൊ അവിടെ ഈ കോഡ് ജിയുടെ കോഡ് കൊടുത്തേക്കുന്ന എച്ച് എന്ന് പറയുന്നത് G+1 ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ അടുത്ത ലെറ്ററും കൂടെ നോക്കുക. അത് തന്നെയാണോ, ആ ഒരു റിലേഷൻ തന്നെയാണോ ഇവിടെ വന്നിരിക്കുന്നതെന്ന് അറിയാനായിട്ട്. അപ്പൊ മനസ്സിലായി O+1 ആണ് എന്ത്? പി എന്ന് പറയുന്നത്. സോ എന്താണ്? റിലേഷൻ ശരിയാണ്. നമ്മൾ ഉദ്ദേശിച്ച റിലേഷൻ ശരിയാണ്. G+1 എന്ന് പറയുന്നത് എച്ച്.
അതുപോലെ O+1 എന്ന് പറയുന്നത് പി, വീണ്ടും O ആണ് കൊടുത്തിരിക്കുന്നത്, അപ്പൊ എഗെയിൻ പി, പിന്നെ D+1 എന്ന് പറയുന്നതാണ് എന്ത്, ഇ. അപ്പൊ ഇവിടെ എന്താണ്, ഇതൊരു ഫോർവേഡ് സീക്വൻസ് ആണ്. അതായത് +1 ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇവിടെ +2 ആവാം, +3 ആവാം, അത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുള്ള എന്താണ് കോഡിംഗ് സീക്വൻസിൽ പഠിക്കും. ഇതിപ്പോ എന്താണ്, ഒരു ഫോർവേഡ് സീക്വൻസ് പഠിക്കാനായിട്ട് ഞാൻ ഏറ്റവും എളുപ്പത്തിൽ +1 ആഡ് ചെയ്തിട്ട് പറഞ്ഞു തന്നാണ്. ഓക്കെ, അപ്പൊ ബോൾഡ് എന്ന് പറയുന്നതിന്റെ കോഡ് എങ്ങനെയാണ് വരുന്നത്, B+1 സി ആണ്, O+1 അതായത് പി ആണ്, L+1 എം ആണ്, D+1 എന്ന് പറയുന്നത് ഇ ആണ്. അപ്പൊ അതിന്റെ എന്താണ് കോഡ് വരുന്നത്, CPME എന്നതാണ് ഇതിന്റെ കോഡ് വരുന്നത്. മനസ്സിലായല്ലോ, സിമ്പിൾ ആണ്. അതായത് ഗുഡ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കി, അതിന്റെ കൂട്ടത്തില് +1 ആഡ് ചെയ്തപ്പോ എന്ത് കിട്ടി, ഈ ഒരു വാക്ക് കിട്ടി. അതായത് ഗുഡിന്റെ കോഡാണ് SPPE പറഞ്ഞിരിക്കുന്നത്, അതായത് +1 ആഡ് ചെയ്തിട്ട്. അപ്പൊ ബോൾഡിന്റെ കൂട്ടത്തില് ഈ എല്ലാ ലെറ്റേഴ്സിന്റെയും ആൽഫബറ്റ്സിന്റെയും കൂട്ടത്തില് +1 ആഡ് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഇതെന്താണ്, ഇതൊരു ഫോർവേഡ് സീക്വൻസ് ആണ്. കോഡിംഗ് ഇൻ ഫോർവേഡ് സീക്വൻസിന്റെ എക്സാമ്പിൾ ആണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. ഇനി അടുത്തത് നോക്കാം, അതാണ് കോഡിംഗ് ഇൻ ബാക്ക്വേർഡ് സീക്വൻസ്. അതായത് നമ്മൾ ബാക്ക്വേർഡ്, നമ്മൾ ഫോർവേഡ് പഠിച്ച് പ്ലസ് ചെയ്യുന്നത്, അപ്പൊ ബാക്ക്വേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, മൈനസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പറയാം, ഇഫ് നെയിം ഈസ് കോഡഡ് as MZLD then how will code same? ഓക്കെ, നെയിമിന്റെ കോഡ് എന്താണ്, MZLD എന്നതാണ് നെയിമിന്റെ കോഡ്. അങ്ങനെ വരുമ്പോൾ സെയിമിന്റെ കോഡ് എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നെയിമിന്റെ കോഡിൽ ഓക്കെ എന്നും എമ്മും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് എം കഴിഞ്ഞിട്ടാണ് എൻ വരുന്നത്. സോ n-1 ആണ് എന്ത്, എം. അതുപോലെ A-1 ആണ് എന്ത്, Z. M-1 ആണ് എന്ത്, L. E-1 ആണ് എന്ത്, D. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ എന്താണ് -1 ആണ്. ഓക്കെ, ഈ മൈനസ് വരുന്നത് കൊണ്ടാണ് ഇതൊരു ബാക്ക്വേർഡ് സീക്വൻസ് ആയത്. സോ സെയിമിന്റെ കോഡ് എന്താണ്, S-1 എന്താണ്, R ആണ്. Z-1 എന്ന് A-1 എന്ന് പറയുന്നത് എന്താണ്, Z ആണ്. M-1 എന്ന് പറയുന്നത് L ആണ്. E-1 എന്ന് പറയുന്നത് D ആണ്. സോ സെയിമിന്റെ കോഡ് എന്ന് പറയുന്നത് RZLD എന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഫോർവേഡ് സീക്വൻസ് പഠിച്ചു, അതുപോലെ കോഡിംഗ് ഇൻ ബാക്ക്വേർഡ് സീക്വൻസും പഠിച്ചു. ഇനി അടുത്തതാണ് കോഡിംഗ് ബേസ്ഡ് ഓൺ സ്കിപ്ഡ് സീക്വൻസ്. അതായത് ഇതിപ്പോ ഫോർവേഡിലോ ബാക്ക്വേർഡിലോ ഒക്കെ വരാം, പക്ഷെ എന്താണ് 1, 2, 3 ലെറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവര് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. 3 ആവണമെന്നില്ല, ചിലപ്പോൾ 7 ആവാം, 8 ആവാം. ഓക്കെ, അത് എത്ര വേണേലും ആവാം. ചിലപ്പോൾ അത് മൈനസിലും വരാം, പ്ലസിലും വരാം, അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ എന്താണ്, ഇതാണ് കോഡിംഗ് ബേസ്ഡ് ഓൺ സ്കിപ്ഡ് സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് ക്വസ്റ്റ്യൻ വായിക്കാം, ഇഫ് ദ വേർഡ് ഫാക്ട് ഈസ് കോഡഡ് as IDFW then how will you code DEEP? ഡീപ്പ് എന്ന് പറയുന്ന വേർഡ് എങ്ങനെയാണ് കോഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ഫാക്ട് എന്ന് പറയുന്ന വേർഡിന് IDFW എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡീപ്പ് എന്ന് പറയുന്ന വേർഡ് എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നതാണ് ഇവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫാക്ടിന്റെ കൂടെ എഫിന്റെ കൂട്ടത്തില് എത്ര ലെറ്റേഴ്സ് ആഡ് ചെയ്താലാണ് ഐ കിട്ടുന്നത്, 3 ലെറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് ഈ ഐ എന്ന് പറയുന്ന വാക്ക് വരുന്നത്. അതുപോലെ എയുടെ കൂട്ടത്തില് 3 ലെറ്റേഴ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഡി വരുന്നത്. സിയുടെ കൂട്ടത്തില് 3 ലെറ്റേഴ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് എഫ് വരുന്നത്. അതുപോലെ ടിയുടെ കൂട്ടത്തിലും 3 ആൽഫബറ്റ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡബ്ല്യു കിട്ടുന്നത്. സോ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഡിയുടെ കൂട്ടത്തില് +3 ചെയ്യുക, ഇയുടെ കൂട്ടത്തിലും +3 ചെയ്യുക. ഈ വീണ്ടും ഇ ആണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ആ ലെറ്റർ തന്നെ അഗൈൻ എഴുതുക. പിന്നെ പിയുടെ കൂട്ടത്തിലും +3 ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, നമുക്ക് ഈ ഡീപ്പ് എന്ന് പറയുന്ന വാക്കിന്റെ കോഡ് കിട്ടും. അതെന്താണ്, GHHS എന്നതാണ് ഈ ഡീപ്പ് എന്ന് പറയുന്ന വാക്കിന്റെ കോഡ് വരുന്നത്. സിമ്പിൾ ആണ്. ഇവിടെ എന്താണ്, എഫിന്റെ കൂട്ടത്തിൽ 3 ആഡ് ചെയ്തു, ഐയുടെ കൂട്ടത്തിലും 3 ആഡ് ചെയ്തു, സിയുടെ കൂട്ടത്തിലും 3 ആഡ് ചെയ്തു, ടിയുടെ കൂട്ടത്തിലും 3 ആഡ് ചെയ്തു. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ഡീപ്പ് എന്ന് പറയുന്ന വാക്കില് ഡിയുടെ കൂട്ടത്തിലും 3 ആഡ് ചെയ്യുക, ഇയുടെ കൂട്ടത്തിലും അഗൈൻ ഇ ആണ് കൊടുത്തിരിക്കുന്നത്, വീണ്ടും അതിന്റെ കൂട്ടത്തിലും 3 ആഡ് ചെയ്യുക, പിന്നെ പിയുടെ കൂട്ടത്തിലും 3 ആഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, നമുക്ക് ആൻസർ കിട്ടും. അതായത് ഇത് എന്താണ്, നമുക്ക് കറക്റ്റ് ഫോർവേഡ് സീക്വൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇത് നെക്സ്റ്റ് അടുത്ത ഒരു വാക്ക് അല്ലെങ്കിൽ അടുത്ത ലെറ്റർ അല്ല, അല്ലെങ്കിൽ +1 അല്ല ആഡ് ആയിട്ട് വരുന്നത്. ഇവിടെ എന്താണ് 2 ലെറ്റർ അല്ലെങ്കിൽ 3 ലെറ്റർ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ലെറ്റർ ആണ് പിന്നെ വരുന്നത്. അതുകൊണ്ട് ഇതെന്താണ്, കോഡിംഗ് ബേസ്ഡ് ഓൺ സ്കിപ്ഡ് സീക്വൻസ് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തതാണ് മിക്സ്ഡ് സീക്വൻസ്. ഇതെന്താണ്, ഈ മിക്സ്ഡ് സീക്വൻസ് കോഡിംഗിൽ എന്ത് വരും, ഫോർവേഡ് വരാം, ബാക്ക്വേർഡ് സീക്വൻസും ഒരുമിച്ച് ആഡ് ആവും.
അതായത് ഇൻ എ സർട്ടൻ ഓക്കെ ക്വസ്റ്റ്യൻ പറയാം അപ്പൊ മനസ്സിലാവും. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് അമിത് ഈസ് റിട്ടൺ as രമ. ദെൻ ഹൗ വിൽ യു ഓക്കെ ഹൗ വിൽ ബൂട്ട് ബി കോഡഡ് ഇൻ ദാറ്റ് ലാംഗ്വേജ്. അതായത് ഒരു സർട്ടൻ കോഡ് ലാംഗ്വേജ് അമിത് എന്ന് പറയുന്നതിൽ അമിത് എന്ന് പറയുന്നത് എന്തെന്നാണ് എഴുതുന്നത്, രമ എന്നാണ് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബൂട്ട് എന്ന് പറയുന്ന വേർഡ് എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. സോ സിമ്പിൾ ആണ്. അമിത് എന്ന് ആദ്യം എഴുതുക, ഒരു സ്പേസ് ഇടുക, അതിനുശേഷം രമ എന്ന് എഴുതുക. ഈ എയും ആറും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക, എമ്മും എയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക, ഐയും എമ്മും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ടിയും എയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. എന്താണ് ഈ രണ്ട് നെയിം തമ്മിലുള്ള വ്യത്യാസം, ലെറ്റേഴ്സ് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതിയാവും. എയും ആറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എയുടെ കൂട്ടത്തില് +17 ചെയ്താൽ മതി നമുക്ക് 6 കിട്ടാനായിട്ട്. ഇതിപ്പം നമ്മള് എന്താണ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് പഠിച്ചു വെച്ചപ്പോ പഠിച്ചു. എന്താണ് ടി എത്രാമതാണ് വരുന്നത്, ടി 20ാമത്. ഓക്കെ നമ്മള് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് അല്ല, നമ്മള് ഇതിന്റെ ആൽഫബറ്റ്സിന്റെ പൊസിഷൻ പഠിച്ചു വെക്കുമ്പം നമ്മൾ പഠിച്ചു ടി എത്രാമതാണ് വരുന്നത്, ടി 20ാമതാണ് വരുന്നത്. അതില് അപ്പം ഓക്കെ ടി 20ാമതാണ് വരുന്നതെങ്കിൽ RST എന്നാണ് വരുന്നത്. അപ്പം എസ് എന്ന് പറയുന്നത് 19ാമത് വരും, ആർ എന്ന് പറയുന്നത് 18ാമത് വരും. 18 മൈനസ് 1 ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസർ കഴിയാം. ഓക്കെ അതായത് എയുടെ ലെറ്റർ എന്താണ്, ഒന്നാമതാണ് വരുന്നത്. 18 മൈനസ് 1 എത്രയാണ്, 17 ആണ്. അപ്പൊ എയുടെ കൂട്ടത്തിൽ എത്ര കൂട്ടിയാലാണ് 6 കിട്ടുന്നത്, +17 കൂട്ടിയാൽ നമുക്ക് 6 കിട്ടും. അതുപോലെ എമ്മിന്റെ കൂട്ടത്തിൽ ഓക്കെ എമ്മിൽ നിന്ന് 12 കുറച്ചാലാണ് എ കിട്ടുന്നത്. അതുപോലെ ഐയുടെ കൂട്ടത്തില് 4 കൂട്ടിയാലാണ് എം കിട്ടുന്നത്. ടിയുടെ കൂട്ടത്തില് 19 കുറച്ചാലാണ് എ കിട്ടുന്നത്. ഓക്കെ സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക, അമിത് എന്ന് പറയുന്ന നെയിം എഴുതുക. അമിതിൽ എ ഉണ്ട്, പിന്നെ രമ എന്നാണ് ഈ അമിത് എന്ന് പറയുന്ന വേർഡ് കോഡായിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഈ എയിൽ നിന്ന് രമയുടെ ആദ്യത്തെ അക്ഷരമായ 6 കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുക. ഇതൊരു മിക്സ്ഡ് സീക്വൻസ് ആണ്. അതായത് എന്ത് വരാം, പ്ലസും വരാം മൈനസും വരാം. സിമ്പിൾ ആണ്, പ്ലസും വരാം മൈനസും വരാം. അപ്പം ഈ എയും ആറും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. അപ്പൊ എന്താണ് +17 ആണ് എയും ആറും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ അടുത്ത രണ്ട് ലെറ്റേഴ്സ് എമ്മും എയും, ഈ എമ്മും എയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, -12 ആണ്. പിന്നെ അടുത്ത ലെറ്റർ ആണ് ഐയും എമ്മും, ഈ ഐയും എമ്മും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, +4 ആണ്. പിന്നെ അടുത്ത ലെറ്റർ ആണ് ടിയും എയും, ഈ ടിയും എയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, -19 ആണ്. സോ നമുക്ക് മനസ്സിലായി ഇവിടെ എന്ത് വരുന്നുണ്ട്, പ്ലസ് വരുന്നുണ്ട്, മൈനസ് വരുന്നുണ്ട്, വീണ്ടും പ്ലസ് വരുന്നുണ്ട്, വീണ്ടും മൈനസ് വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ബൂട്ട് എന്ന് പറയുന്ന വേർഡിലും സെയിം ചെയ്താൽ മതി. +17 -12 +4 -19 ചെയ്താൽ മതിയാവും. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും എന്ന് പറയും. ആൻസർ കിട്ടും നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ കിട്ടിയ ആൻസർ ആണ് എന്ത്, ഈ SCSA എന്ന് പറയുന്നത്. B+17 എന്താണ്, എസ് ആണ് ആൻസർ വരുന്നത്. O-12 എന്ന് പറയുന്നത് സി ആണ്. O+4 എന്ന് പറയുന്നത് എസ് ആണ്. T-19 എന്ന് പറയുന്നത് എ ആണ്. അപ്പൊ അതിന്റെ ആൻസർ ഈ ബൂട്ട് എന്ന് പറയുന്ന ഓക്കെ വേർഡ് കോഡ് അയക്കുന്നത് എങ്ങനെയാണ്, SCSA എന്നാണ് കോഡ് ആയിരിക്കുന്നത്. മിക്സ്ഡ് സീക്വൻസ്. ഓക്കെ മിക്സ്ഡ് സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്, ഫോർവേഡ് ഉണ്ടാവും ബാക്ക്വേർഡും അതിനകത്ത് ഉണ്ടാവും. നമ്മൾ എന്തൊക്കെ പഠിച്ചു, മിക്സ്ഡ് സീക്വൻസ് പഠിച്ചു, പിന്നെന്താണ് സ്കിപ്ഡ് സീക്വൻസ് പഠിച്ചു, അതുപോലെ കോഡിംഗ് ഇൻ ബാക്ക്വേർഡ് സീക്വൻസും കോഡിംഗ് ഇൻ ഫോർവേഡ് സീക്വൻസും പഠിച്ചു. ഇനി അടുത്തതാണ് ഡയറക്ട് ലെറ്റർ കോഡിംഗ് എന്ന് പറയുന്നത്. ഇതെന്താണ്, എല്ലാ തവണയും നമുക്ക് UPSC ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, മിക്കപ്പോഴും തന്നെ വരുന്നതാണ്. അതായത് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം അപ്പൊ മനസ്സിലാവും. ഓക്കെ ഈ ഡയറക്ട് ലെറ്റർ കോഡിംഗ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതെന്താണ്, ഈ ഒരൊറ്റ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയോണ്ട് നമ്മളിത് പഠിക്കത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് എന്താണ് ഈ കോഡിംഗ് ഡീകോഡിംഗ് അങ്ങനെ പോലെയുള്ള CSATലെ എല്ലാ പ്രോബ്ലംസും നമുക്ക് ഓർത്ത് വെക്കാനും പഠിച്ചു വെക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഒത്തിരി ക്വസ്റ്റൻസ് എന്തോരം ക്വസ്റ്റൻസ് ചെയ്യാൻ പറ്റുമോ, PYQs എടുക്കുക, വീണ്ടും ചെയ്ത് നോക്കുക. എല്ലാ വർഷത്തും PYQs നോക്കിയാൽ അതിനകത്ത് എന്താണ് കറക്റ്റ് ആയിട്ടൊരു ഏറ്റവും കുറഞ്ഞതൊരു ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എന്തുണ്ടാവും, കോഡിംഗ് ഡീകോഡിംഗിൽ നിന്ന് ഉണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ എന്താണ് നമുക്ക് ഈസി ആയിട്ട് ആ 1 മാർക്ക് അല്ലെ, 1 മാർക്കില്ല 2.5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ നമുക്ക് ഡയറക്ട് ലെറ്റർ കോഡിംഗ് എന്താണെന്ന് നോക്കാം. ഇൻ എ കോഡ് ലാംഗ്വേജ് ആപ്പിൾ ഈസ് റിട്ടൺ as PQQRS. ഓക്കെ പിന്നെ RIS ഈസ് റിട്ടൺ as ABC ആൻഡ് മാംഗോ ഈസ് റിട്ടൺ as TPXYZ. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, ഹൗ വിൽ റോസ് ബി റിട്ടൺ ഇൻ ദാറ്റ് സെയിം കോഡ് ലാംഗ്വേജ്. അതായത് ഒരു
സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോഡ് ലാംഗ്വേജിൽ ആപ്പിൾ എന്തെന്നാണ് എഴുതുന്നത്? PQQRS എന്നാണ് ആപ്പിളിന്റെ കോഡ് വരുന്നത്. അതുപോലെ തന്നെ RIS എന്നത് എങ്ങനെയാണ് എഴുതുന്നത്? ABC എന്നാണ് എഴുതുന്നത്. ഇനി മാംഗോ എന്നത് TPXYZ എന്നാണ് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കോഡ് ലാംഗ്വേജിൽ റോസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇവിടെ ആപ്പിളിന്റെ കോഡ് എന്താണ്? എയുടെ കോഡ് P ആണ്. പിന്നെ P വന്നേക്കുന്നതിന് Q ആണ് കോഡ് കൊടുത്തിരിക്കുന്നത്. അഗൈൻ P, അതിന് Q ആണ് കോഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ Lന് R, Eക്ക് S. അതുപോലെ Rന് A ആണ്, Iക്ക് B ആണ്, Sന് C ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മാംഗോയുടെ കേസിൽ Mന് T, Aക്ക് P, Nന് X, Gക്ക് Y, Oക്ക് Z. ഇങ്ങനെയാണ് കോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ റോസിന്റെ കോഡാണ് ചോദിക്കുന്നത്. ഇതിൽ നോക്കുക, R എന്ന് പറയുന്ന വാക്ക് ഇവിടെ എവിടെയാണ് ഉള്ളത്? ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ 6 ഉണ്ട് അല്ലേ? അപ്പൊ 6ന്റെ കോഡ് എന്താണ്? A ആണ്. ഓർത്ത് വെക്കുക, 6ന്റെ കോഡ് A എടുത്തെഴുതുക. പിന്നെ O ആണ് വന്നിരിക്കുന്നത്. O എവിടെയാണുള്ളത്? മാംഗോയിൽ O ഉണ്ട് അല്ലേ? Oയുടെ കോഡ് എന്താണ്? Z ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ 6ന്റെ കോഡ് A എടുത്തെഴുതി, അതിന് കൊടുത്തില്ല Oയുടെ കോഡ് Z എടുത്തെഴുതി. അടുത്തതാണ് S. Sന്റെ കോഡ് എന്താണ്? ഇവിടെ എവിടെയാണ് S ഉള്ളത്? S ഈ രണ്ടാമത്തെ സീക്വൻസിലാണ് കൊടുത്തിരിക്കുന്നത്. Sന്റെ കോഡ് എന്താണ്? C ആണ് Sന്റെ കോഡ്. ആ സിയും കോഡ് എടുത്തെഴുതി. പിന്നെ ഉള്ള ലെറ്റർ ആണ് E. ആപ്പിളിലാണ് E ഉള്ളത്. ആ ഇയുടെ കോഡ് എന്താണ് കൊടുത്തിരിക്കുന്നത്? S ആണ് കോഡ് കൊടുത്തിരിക്കുന്നത്. ആ S എടുത്തെഴുതുക. അപ്പൊ ആൻസർ കിട്ടി. റോസിന്റെ കോഡ് എന്താണ്? AZCS. അതായത് Rന്റെ കോഡ് എന്താണ്? A ആണ്. സോ A എടുത്തെഴുതി. പിന്നെ Oയുടെ കോഡ് എന്താണ്? അത് Z ആണ്. സോ നമ്മൾ Z എടുത്തെഴുതി. പിന്നെ Sന്റെ കോഡ് എന്താണ്? C ആണ്. C എടുത്തെഴുതി. ഇയുടെ കോഡ് എന്താണ്? S ആണ്. S എടുത്തെഴുതി. ഇതാണ് റോസ് എന്ന് പറയുന്ന വാക്കിന്റെ ആ ഒരു സെയിം കോഡ് ലാംഗ്വേജിൽ അതിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എഴുതുന്നത്? AZCS എന്നാണ് എഴുതുന്നത്. ഇതാണ് എന്ത്? ഡയറക്റ്റ് ലെറ്റർ കോഡിംഗ് എന്ന് പറയുന്നത്. അതായത് അവർ തന്നെ കോഡ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ കോഡിൽ തന്നിരിക്കുന്ന വാക്കുകൾ, ആദ്യത്തെ ആൽഫബറ്റും രണ്ടാമത് തന്നിരിക്കുന്ന, അതായത് ആ കോഡ് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. അതിനകത്ത് നിന്ന് തന്നിരിക്കുന്ന വാക്കുകൾ എടുത്തിട്ട് എന്താണ് അതിന് വരുന്ന കോഡെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതിയാവും. സോ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഇതാണ് ഡയറക്റ്റ് ലെറ്റർ കോഡിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഓപ്പോസിറ്റ് ലെറ്റർ കോഡിംഗ്. ഇതെന്താണ്? ഇത് നമുക്ക് ആ ഓപ്പോസിറ്റ്, അതായത് ആൽഫബറ്റ്സിന്റെ ഓപ്പോസിറ്റ് പൊസിഷൻ പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് നാച്ചുറൽ ഈസ് കോഡഡ് as MZGFIZO, then how will care be written in that language? അതായത് ഒരു കോഡ് ലാംഗ്വേജിൽ നാച്ചുറൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്? MZGFIZO എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ കോഡ് ലാംഗ്വേജിൽ കെയർ എന്നുള്ളത് എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് എന്നും എമ്മും തന്നെ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്? എന്നിന്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് M, എയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് Z, ടിയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് G, യുവിന്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് F, ആറിന്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് I, എയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് Z, എല്ലിന്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് O. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇതെല്ലാം ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ കെയറിന്റെ ഓപ്പോസിറ്റ് എന്താണ് വരുന്നത്? സിയുടെ ഓപ്പോസിറ്റ് ക്രക്സ് എന്ന് നമ്മൾ ഒരു വേർഡ് പഠിച്ചു. അതായത് സിയുടെ ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്? എക്സ് ആണ്. എക്ക് നമ്മൾ എന്താ പഠിച്ചത്? A to Z എന്നാണ് പഠിച്ചു വെച്ചത്. സോ എയുടെ ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്? Z ആണ്. പിന്നെ ആറിന്റെ ഓപ്പോസിറ്റ് എന്താണ്? I ആണ് വരുന്നത്. ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന വേർഡ് ആണ് നമ്മൾ പഠിച്ചു വെച്ചത്. സോ എന്താണ്? ആറിന്റെ ഓപ്പോസിറ്റ് I ആണ് വരുന്നത്. പിന്നെ ഇയുടെ ഓപ്പോസിറ്റ് V ആണ് വരുന്നത്. അതിന് കാരണം നമ്മൾ ഏത് വാക്കാണ് പഠിച്ചു വെച്ചത്? ഇലക്ട്രോണിക് വെഹിക്കിൾ എന്ന വാക്കാണ് പഠിച്ചു വെച്ചത്. സോ അപ്പം എന്താണ്? ഈ ഒരു കോഡ് ഓർത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ, അതായത് ആ ഒരു വേർഡ് ഒക്കെ ഓർത്ത് വെക്കുവാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് ലെറ്റർ കോഡിംഗ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒട്ടുമില്ല, ഒന്നും പഠിക്കാനായിട്ടില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് വരുന്ന ലെറ്റേഴ്സ് ഏതാണെന്ന് പഠിച്ചു വെക്കുക. ഇല്ല എന്ത് ചെയ്താൽ മതി? ഈ 27 നിന്ന് സി കുറയ്ക്കുക. അതായത് സി എത്രയാണ്? 1 2 3 ആണ് വരുന്നത്. സി 27 മൈനസ് 3 കുറയ്ക്കുക. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് ആ എക്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഏതാണ് ലെറ്റർ എന്ന് മനസ്സിലാവും. അതിന്റെ പൊസിഷൻ കിട്ടും. ആ ഒരു ലെറ്റർ എഴുതിയാൽ മതിയാവും. ഇല്ലെങ്കിൽ ഏറ്റവും എളുപ്പം എന്താണ്? ഈ കോഡ് പഠിച്ചു വെച്ചാൽ മതി. എന്താണ്? സിക്ക് എക്സ് ആണ്, അപ്പൊ ഓപ്പോസിറ്റ് വരുന്നത് എക്സ് ആണ്. A to Z ആണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. സോ എയുടെ ഓപ്പോസിറ്റ് വരുന്നത് Z ആണ്. IR ഇന്റർനാഷണൽ റിലേഷൻസ് എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. സോ ആറിന്റെ ഓപ്പോസിറ്റ് I ആണ് വരുന്നത്. ഇനി ഇലക്ട്രോണിക് വെഹിക്കിൾ എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. സോ ഇയുടെ ഓപ്പോസിറ്റ് വരുന്നത് V ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ എന്ത്? ഈ ഓപ്പോസിറ്റ് ലെറ്റർ കോഡിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കോഡിംഗ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ,
ഇതിലെന്താണ് ക്വസ്റ്റ്യൻ, ഇത് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും. ഇഫ് കേജസ് ആർ കോൾഡ് റോക്കറ്റ്സ്, കേജസ് എന്തെന്നാണ് അറിയപ്പെടുന്നത്? റോക്കറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. റോക്കറ്റ്സ് ആർ കോൾഡ് ട്രാപ്സ്, റോക്കറ്റ്സിനെ എന്തെന്നാണ് വിളിക്കുന്നത്? ട്രാപ്സ് എന്നാണ് വിളിക്കുന്നത്. ട്രാപ്സ് ആർ കോൾഡ് പ്ലാനറ്റ്സ്, ട്രാപ്സിനെ എന്തെന്നാണ് പറയുന്നത്? പ്ലാനറ്റ്സ് എന്നാണ് പറയുന്നത്. പ്ലാനറ്റ്സ് ആർ കോൾഡ് എയ്റോപ്ലെയിൻസ്, പ്ലാനറ്റ്സിനെ എന്തെന്നാണ് പറയുന്നത്? എയ്റോപ്ലെയിൻസ് എന്നാണ് പറയുന്നത്. ഇനി എയ്റോപ്ലെയിൻസ് ആർ കോൾഡ് സൈക്കിൾസ്, എയ്റോപ്ലെയിൻസിനെ എന്തെന്നാണ് പറയുന്നത്? സൈക്കിൾസ് എന്നാണ് പറയുന്നത്. ആൻഡ് സൈക്കിൾസ് ആർ കോൾഡ് കാർസ്, സൈക്കിൾസിനെ എന്തെന്നാണ് പറയുന്നത്? കാർസ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എർത്ത്, എർത്ത് എന്ന് പറയുന്നതിന്റെ കോഡ് എന്തെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചു ഇവിടെ കേജസ് എന്താണ്? റോക്കറ്റ്സ് എന്നാണ് പറയുന്നത്. കേജസിനെ റോക്കറ്റ്സ് എന്ന് പറയും, റോക്കറ്റ്സിനെ ട്രാപ്സ് എന്ന് പറയും, ട്രാപ്സിനെ പ്ലാനറ്റ്സ് എന്ന് പറയും, പ്ലാനറ്റ്സിനെ എയ്റോപ്ലെയിൻസ് എന്ന് പറയും, എയ്റോപ്ലെയിൻസിനെ സൈക്കിൾ എന്ന് പറയും, സൈക്കിളിനെ കാർസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എന്താണ് എർത്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എർത്ത് എന്താണ്? എർത്ത് ഒരു പ്ലാനറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ പ്ലാനറ്റിനെ എന്താണ് പറയുന്നത്? എയ്റോപ്ലെയിൻസ് എന്നാണ് പറയുന്നത്. ഞാൻ ഇതിനകത്ത് അത് ആഡ് ചെയ്യാൻ മറന്നുപോയി, ക്വസ്റ്റ്യനിൽ വന്ന മിസ്റ്റേക്ക് ആണ്. സോ ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്? എയ്റോപ്ലെയിൻസ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അതായത് ചുമ്മാ വെറുതെ ലോജിക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതിയാവും. അത് എർത്ത് എന്താണ്? എർത്ത് ഒരു പ്ലാനറ്റ് ആണ്. സോ ഇവിടെ പ്ലാനറ്റിനെ എന്തെന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്? എയ്റോപ്ലെയിൻ എന്നാണ് പ്ലാനറ്റിനെ കോഡ് ചെയ്തിരിക്കുന്നത്. സോ എർത്ത് എന്താണെന്നുള്ള ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് എന്താണ്? എയ്റോപ്ലെയിൻ എന്നതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇതാണ് കോഡിംഗ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അതായത് ഇപ്പം ട്രാപ്സിനെ എന്താണ് കോഡ് ചെയ്തേക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്താണ്? പ്ലാനറ്റ്സ് എന്നാണ് അതിന്റെ ആൻസർ. അതായത് ട്രാപ്സിനെ എന്താണ് കോഡ് ചെയ്തിരിക്കുന്നത്? പ്ലാനറ്റ്സ് എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എർത്ത് എന്താണെന്നുള്ള ക്വസ്റ്റ്യന് എർത്ത് എന്താണ്? എർത്ത് ഒരു പ്ലാനറ്റ് ആണ്, പ്ലാനറ്റിനെ എയ്റോപ്ലെയിൻ എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ ഇത് പഠിച്ചു വെച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. കുറെ അധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അപ്പോൾ അത് മനസ്സിലാവും. ഇനി അടുത്തതാണ് കോഡിംഗ് ബൈ റിവേഴ്സിംഗ് ലെറ്റേഴ്സ്. ഇഫ് ടെമ്പറേച്ചർ ഈസ് കോഡഡ് as ERU TAREPMET, then how will you code education? ഇതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതായത് ഈ ടെമ്പറേച്ചർ എന്ന വാക്കിനെ എന്ത് ചെയ്തിട്ടുണ്ട്? നേരെ തിരിച്ചെഴുതി. അതാണ് ഇവിടെ കോഡിംഗ് ലാംഗ്വേജിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എഡ്യൂക്കേഷൻ എന്ന വാക്കിന്റെ എങ്ങനെയാണ് അത് കോഡ് ചെയ്തേക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ഈ എഡ്യൂക്കേഷൻ എന്ന വാക്കിനെ നേരെ തിരിച്ചെഴുതിയാൽ മതി. അതായത് ഫസ്റ്റ് ലെറ്റർ ഇനെ എവിടെ എഴുതുക? ലാസ്റ്റിൽ എഴുതുക. ലാസ്റ്റ് ലെറ്റർ ആയ എന്നിനെ ആദ്യം എഴുതുക. അതുപോലെ സെക്കൻഡ് ലെറ്റർ ആയ ഡിനെ സെക്കൻഡ് ലാസ്റ്റ് എഴുതുക. സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ ആയ ഒയെ സെക്കൻഡ് എഴുതുക. സിമ്പിൾ. ജസ്റ്റ് എഡ്യൂക്കേഷൻ എഴുതുക. ആ എഡ്യൂക്കേഷനെ നേരെ തിരിച്ചൊന്ന് എഴുതിയാൽ മതി. എന്ത് മനസ്സിലാവും? ഈ കോഡിംഗ് ബൈ റിവേഴ്സിംഗ് ലെറ്റേഴ്സ് മനസ്സിലാവും. ഓക്കെ, ഇത് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് കോഡിംഗ് ബൈ റിവേഴ്സിംഗ് ലെറ്റേഴ്സ്. ജസ്റ്റ് എഴുതുന്ന വാക്കിനെ തിരിച്ചൊന്ന് എഴുതിയാൽ മതി. ഇനി അടുത്തതാണ് കോഡിംഗ് ബേസ്ഡ് ഓൺ നമ്പേഴ്സ്. അത് നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് എ ഈസ് കോഡഡ് as 1. ഒരു കോഡ് ലാംഗ്വേജിൽ എന്താണ്? എനെ 1 എന്നാണ് കോഡ് ചെയ്യുന്നത്, ബിനെ 2, അതുപോലെ സിനെ എന്താണ്? 3 എന്നാണ് കോഡ് ചെയ്യുന്നത്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ AEECD എന്ന് പറയുന്ന വാക്കിനെ എങ്ങനെയാണ് കോഡ് ചെയ്തേക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ പഠിച്ചു എനെ 1 എന്നാണ് കോഡ് ചെയ്യുന്നത്, ബിനെ 2, സിനെ 3, അതുപോലെയാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡിനെ 4, ഇനെ 5. ഓക്കെ, നമുക്ക് ഇവിടെ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഈ 5 ലെറ്റേഴ്സ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ എന്താണ്? എയുടെ കോഡ് 1 ആണ്. അതുപോലെ ഇ എന്ന് പറയുന്നത് ഇയുടെ കോഡ് എന്താണ്? 5 ആണ് ഇയുടെ കോഡ് വരുന്നത്. സോ 5 എഴുതുക. പിന്നെ വീണ്ടും ഇ ആണ് തന്നിരിക്കുന്നത്. സോ വീണ്ടും എന്ത് ചെയ്യുക? ഒരു 5ഉം കൂടെ എഴുതി വെക്കുക. പിന്നെ ചോദിച്ചിരിക്കുന്നത് സിയുടെ കോഡാണ്. സിയുടെ കോഡ് എന്താണ്? സിയുടെ കോഡ് 3 ആണ്. സോ 3 എഴുതുക. പിന്നെ വരുന്നത് ഡി ആണ്. ഡിയുടെ കോഡ് എന്താണ്? ഡിയുടെ കോഡ് 4 ആണ്. സോ 4 എഴുതുക. അപ്പൊ AEECD എന്ന് പറയുന്ന വാക്കിന്റെ കോഡ് എന്താണ്? 1 5 5 3 4 എന്നുള്ളതാണ് ഈ AECDD എന്ന് ഓക്കെ AEECD എന്ന് പറയുന്ന വാക്കിന്റെ കോഡ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക് ആണ്. ജസ്റ്റ് എന്ത് ചെയ്യുക? നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണ് പഠിച്ചത്? ഫോർവേഡ് ഓർഡർ പൊസിഷൻ പഠിച്ചു, അതുപോലെ ബാക്ക്വേർഡ് ഓർഡർ പൊസിഷൻ പഠിച്ചു, പിന്നെ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് പഠിച്ചു, അതിനുള്ള കോഡ് പഠിച്ചു. അങ്ങനെ ഓർത്ത് വെക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? 27 മൈനസ് കറസ്പോണ്ടിങ് പൊസിഷൻ ഓഫ് ദ ലെറ്റർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഏതാണോ ഓപ്പോസിറ്റ് പൊസിഷൻ ഓഫ് ദ ലെറ്റർ കിട്ടും. പിന്നെ അടുത്തത് കോഡിംഗ് ഇൻ ഫോർവേഡ് സീക്വൻസ് പഠിച്ചു, അതായത് +1 +2 +3 ഒക്കെ ആഡ് ആവുന്നത്. ഇനി അടുത്തത് പഠിച്ചു കോഡിംഗ് ഇൻ ബാക്ക്വേർഡ് സീക്വൻസ്, അതായത് -1 -2 -3 ആഡ് ആവുന്നത്. ഇനി അടുത്തതാണ് കോഡിംഗ് ബേസ്ഡ് ഓൺ സ്കിപ്ഡ് സീക്വൻസ്, അതായത് 1 2 ലെറ്റേഴ്സ് സ്കിപ്പ് ചെയ്തിട്ട്
അടുത്ത വേർഡ് വരുന്നത് ആ ഒരു രീതിയിലുള്ള കോഡിങ് പഠിച്ചു. പിന്നെ അടുത്തതാണ് മിക്സ്ഡ് സീക്വൻസ്, അതായത് +1 വരാം, -2 വരാം, +3 വരാം, -4 വരാം, അങ്ങനെയുള്ള അതായത് പ്ലസും മൈനസും വരുന്ന രീതിയിലുള്ളത് ഫോർവേഡും ബാക്ക്വേർഡും മിക്സ്ഡ് ആയിട്ടുള്ള മിക്സ്ഡ് സീക്വൻസ് കോഡിങ് പഠിച്ചു. അടുത്തതാണ് ഡയറക്ട് ലെറ്റർ കോഡിങ്, അതായത് ഇപ്പൊ ആപ്പിൾ എന്ന് പറയുന്നതിന് ഒരു കോഡ് കൊടുത്തിട്ടുണ്ടാവും, RIS എന്നുള്ളതിന് ഒരു കോഡ് കൊടുത്തിട്ടുണ്ടാവും, മാംഗോ എന്ന് പറയുന്നതിൽ ഒരു കോഡ് കൊടുത്തിട്ടുണ്ടാവും. ഇതിലെ എല്ലാ വാക്കുകളൊക്കെ ചേർത്ത് വെച്ചിട്ട് വേറൊരു വാക്ക് വരും. ഇപ്പൊ റോസ് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് തന്നിട്ടുണ്ടാവും, അതിന്റെ കോഡ് ഈ തന്നിരിക്കുന്ന വാക്കുകളിൽ നിന്നും അതിന്റെ കോഡിൽ നിന്നും എടുത്തെഴുതണം. അതാണ് എന്ത് ഈ ഡയറക്ട് ലെറ്റർ കോഡിങ് എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ് ഓപ്പോസിറ്റ് ലെറ്റർ കോഡിങ് പഠിച്ചു. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ ഓപ്പോസിറ്റ് ലെറ്ററിന്റെ പൊസിഷൻ പഠിച്ചു വെക്കുമ്പോൾ ആ ഒരു കോഡ് ഓർത്ത് വെച്ചാൽ മതി. എക്ക് ഓപ്പോസിറ്റ് വരുന്ന ഇസഡ് ആണ്, അത് മനസ്സിലാക്കാനായിട്ട് A to Z. ഐയുടെ ഓപ്പോസിറ്റ് വരുന്നത് R ആണ്, അത് മനസ്സിലാക്കാൻ ഇന്റർനാഷണൽ റിലേഷൻസ്. കെയുടെ ഓപ്പോസിറ്റ് വരുന്നത് P ആണ്, അത് മനസ്സിലാക്കാൻ കേരള പോലീസ്. അങ്ങനെ എന്ത് ചെയ്താൽ മതി, കോഡ് വെച്ച് പഠിച്ചാൽ മതി, മനസ്സിലാവും. പിന്നെ എന്താണ് അടുത്തതാണ് കോഡിംഗ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഇപ്പൊ കേജസിനെ റോക്കറ്റ്സ് എന്ന് വിളിക്കുന്നു, റോക്കറ്റ്സിനെ ട്രാപ്സ് എന്ന് പറയുന്നു, ട്രാപ്സിനെ പ്ലാനറ്റ്സ് എന്ന് പറയുന്നു, പ്ലാനറ്റ്സിനെ എയ്റോപ്ലെയിൻസ് എന്ന് പറയുന്നു, എയ്റോപ്ലെയിൻസിനെ സൈക്കിൾസ് എന്ന് പറയുന്നു, സൈക്കിൾസിനെ എന്തെന്ന് പറയുന്നു, കാർസ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ എർത്ത് എന്ന് പറയുന്നതിനെ എന്താണ് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് സിമ്പിൾ ആണ്, എർത്ത് എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റ് ആണ്. പ്ലാനറ്റിനെ എന്തെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പ്ലാനറ്റ്സ് ആർ കാൾഡ് എയ്റോപ്ലെയിൻസ് എന്നാണ്. അപ്പൊ എർത്ത് എന്നുള്ളതിന്റെ കോഡ് എന്താണ്, എയ്റോപ്ലെയിൻ എന്നുള്ളതാണ് റൈറ്റ് ആയിട്ട് വരുന്ന ആൻസർ. അതാണ് എന്ത് കോഡിംഗ് ബൈ സബ്സ്റ്റിറ്റ്യൂഷന് എക്സാമ്പിൾ. എന്ത് ചെയ്യുക, കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്തതാണ് കോഡിംഗ് ബൈ റിവേഴ്സിംഗ് ലെറ്റേഴ്സ്. എന്താണ്, ഒരു വേർഡിനെ തരും, അതിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതി വെക്കും. അതുപോലെ തന്നെ അടുത്ത വേർഡ് തരും, അതിന്റെ റിവേഴ്സ് ഓർഡർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതായത് എന്താണ് ഈ കോഡിംഗ് ബൈ റിവേഴ്സിംഗ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന ക്വസ്റ്റിന് ആൻസർ ചെയ്യാം. ഇനി അടുത്തതാണ് കോഡിംഗ് ബേസ്ഡ് ഓൺ നമ്പേഴ്സ്, അതായത് ഒരു സർട്ടൈൻ കോഡ് ലാംഗ്വേജിൽ എക്ക് 1 ആണ് നമ്പർ കൊടുക്കുന്നത്, ബിക്ക് 2 ആണ്, സിക്ക് 3 ആണ്. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്ന് പറയും. എന്നിട്ട് നമുക്ക് വേറൊരു വേർഡ് തരും, അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന കോഡ് എയുടെ 1 ആണെങ്കിൽ എ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എക്ക് 1 എന്ന് എഴുതുക. ഡിയുടെ 4 ആണെങ്കിൽ ഡി എന്നുള്ളതിന് എന്ത് എഴുതുക, 4 എന്ന് എഴുതുക. സോ അങ്ങനെ കോഡ് ചെയ്തിട്ട് എഴുതി വെച്ചാൽ മനസ്സിലാവും, അത് മതിയാവും. അതാണ് എന്ത് കോഡിംഗ് ബേസ്ഡ് ഓൺ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയൊക്കെ ഉള്ളൂ. എന്ത് ചെയ്യുക, വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ട്സ് അവൈലബിൾ ആണ്. CSAT വേണമെന്നുണ്ടെങ്കിൽ CSAT മാത്രം നോട്ട്സ് അവൈലബിൾ ആണ്, അല്ലാതെ കംപ്ലീറ്റ് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. വളരെ അഫോർഡബിൾ ആയ റേറ്റിലാണ് ഞാൻ നോട്ട്സ് കൊടുക്കുന്നത്. എന്താണ്, ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് ഒരു മെസ്സേജ് ചെയ്താൽ മതിയാവും. താങ്ക്